പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ മലയാളികൾക്ക് ഏറെ സുപരിചിതമായ ഒരു ആൽമരവും ആൽത്തറയുമാണിത്. മണിച്ചിത്രത്താഴ് എന്ന പ്രശസ്തമായ ചിത്രത്തിലെ ചില പ്രധാന രംഗങ്ങൾ ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചാണ്. ഇത് പെരുമാൾക്കുളം. പപ്പുവും ഗണേഷുമായിട്ടുള്ള സീനും കൂടാതെ ഇന്നസെൻ്റ് അക്ഷര ശ്ലോകം ചൊല്ലുന്ന ആ സീനൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചാണ്. ദാസപ്പൻകുട്ടി എന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ എന്നൊക്കെ പപ്പുച്ചേട്ടൻ ഗണേശേട്ടനോട് പറയുന്ന സീനും പിന്നെ താക്കോലെടുക്കാതെ അരുണോദയത്തിൽ എന്ന് പറയുന്ന ആ സീനൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചാണ്. അത് കഴിഞ്ഞ് ഇന്നസെൻ്റ് ഏട്ടൻ കുളത്തിലിറങ്ങി കാല് കഴുകുന്നത്, അതൊക്കെ പ്രധാനപ്പെട്ട ചില രംഗങ്ങൾ ഷൂട്ട് ചെയ്തത് പെരുമാൾക്കുളത്ത് വെച്ചാണ്. കന്യാകുമാരി ജില്ലയിലെ തക്കലയ്ക്കടുത്ത് പത്മനാഭപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ആ വലിയ കോട്ടയ്ക്കുള്ളിൽ തന്നെയാണ് പെരുമാൾക്കുളം സ്ഥിതി ചെയ്യുന്നത്. പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് വെറും 800 മീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ പെരുമാൾക്കുളത്ത് എത്തിച്ചേരാവുന്നതാണ്. ഗൂഗിൾ മാപ്പിൽ മണിച്ചിത്രത്താഴ് വ്യൂ പോയിൻ്റ് എന്നടിച്ചാൽ നമുക്ക് ഈ കുളത്തിൻ്റെ ലൊക്കേഷൻ ലഭ്യമാണ്. വലിയ പാറക്കല്ല് കൊണ്ടുള്ള കരിങ്കൽപ്പാളികൾ കൊണ്ടാണ് ഈ മനോഹരമായ ഈ കുളം നിർമ്മിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ പെരുമാൾക്കുളം ഏത് കാലഘട്ടത്തിലാണ് നിർമ്മിച്ചതെന്ന് കൃത്യമായ രേഖകളില്ല. AD 10-11 നൂറ്റാണ്ടിൽ മധ്യകേരളത്തിലെ ചേര രാജവംശത്തിലെ, അതായത് കുലശേഖര രാജവംശം എന്ന് വിളിക്കുന്ന അവസാനത്തെ ഭരണാധികാരിയായിരുന്ന രാമവർമ്മ കുലശേഖരൻ എന്ന രാജാവാണ് ഈ കുളം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. കൂടാതെ ഈ കുളത്തിലെ ജലം പുറത്തേക്ക് ഒഴുകിപ്പോകുന്നതിന് വലിയ കരിങ്കൽപ്പാളികൾ നിർമ്മിച്ച 2 വലിയ തൂമ്പുകളും നമുക്ക് ഈ കുളത്തിൽ കാണാം. ഈ ആൽത്തറയ്ക്ക് സമീപമായി തന്നെ ഒരു വലിയൊരു കരിങ്കൽ മണ്ഡപമായിരുന്നു തോന്നുന്നു, തകർന്നൊഴിഞ്ഞ് കിടക്കുന്നുണ്ട്. കുളത്തിൻ്റെ സൈഡിൽ കൂടി സഞ്ചരിച്ചാൽ നമുക്ക് ഈ കുളത്തിൻ്റെ മറുകരയിൽ എത്തിച്ചേരാവുന്നതാണ്. അവിടെ അതിമനോഹരമായ വലിയൊരു കരിങ്കൽ മണ്ഡപം നമുക്ക് കാണാൻ കഴിയും. കരിങ്കൽ തൂണുകളിൽ താങ്ങി നിൽക്കുന്ന വലിയൊരു അതിപുരാതനമായിട്ടുള്ള കരിങ്കൽ മണ്ഡപം നമുക്ക് കാണാൻ കഴിയും. നിങ്ങളവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞനായ ആദ്യം നമ്മളെ പേടിയായിരുന്നെങ്കിലും പിന്നീട് നമ്മുടെ ഭയങ്കര കൂട്ടായ കേട്ടോ. നമ്മളെ കൂടെ ഉണ്ടായിരുന്നു, എല്ലായിടത്തും നമ്മുടെ കൂടെ വന്നു. ഇവിടെ കരിങ്കൽ പാളികളല്ല, മറിച്ച് പാറയിൽ കുത്തിയെടുത്ത മനോഹരമായ കരിങ്കൽ പടവുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ കുളത്തിലേക്ക് ഇറങ്ങുന്നതിനും തിരിച്ചു കറങ്ങുന്നതിനുമായിരിക്കും വളരെ മനോഹരമായ കരിങ്കല്ലിൽ കൊത്തിയെടുത്ത പടിക്കെട്ടുകൾ കാണാം. ഈ മണ്ഡപത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് കുറച്ച് മുകളിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ക്ഷേത്രം കാണാം. പഴയ അതിപുരാതനമായിട്ടൊരു ക്ഷേത്രം, കരിങ്കല്ലിൽ നിർമ്മിച്ചെടുത്ത ഒരു കൊച്ചു ക്ഷേത്രമാണ് കേട്ടോ. അതിൽ ചെറിയൊരു ക്ഷേത്രമാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ക്ഷേത്രത്തിൽ ഇപ്പോൾ പൂജകളൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും പഴയകാലത്തെ അതിമനോഹരമായൊരു പ്രൗഢമായൊരു ക്ഷേത്രമാണ്, കുഞ്ഞു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് സമീപം ആയി തന്നെ വലിയൊരു പഴയ കോട്ടയുടെ അവശിഷ്ടങ്ങൾ, അതായത് ചെങ്കല്ലിൽ നിർമ്മിച്ച പഴയ വളരെ ഹൈറ്റുള്ള കോട്ട കേട്ടോ. ആ കോട്ടയുടെ കുറേയൊക്കെ നശിച്ചു പോയെന്ന് തോന്നുന്നു. നശിക്കാത്ത കുറച്ച് ഭാഗങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.